അനുകരണം ഒരു കലയാണ്. മലയാളികൾ പൊതുവെ അത് ഇഷ്ടപ്പെടുന്നവരുമാണ്. നമ്മുടെ ഇടവകയിൽപ്പെട്ട ഏതാനും കഥാപാത്രങ്ങളുടെ അനുകരണവുമായിട്ടാണ് ഈ വനിതാരത്നങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. നിറഞ്ഞ കൈയടിയോടെ നമുക്കവരെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യാം. കുടുംബത്തിലെ പഞ്ചരത്നം വാർഡന്റെ തലയെടുപ്പിൽ പാഠശാലയിൽ നിന്ന് പൈതങ്ങളെ പാടുപെടുത്തുന്ന മൂക്കിന്റെ തുമ്പത്ത് ഒരു ഇത്തിരി ദേഷ്യത്തിന്റെ കണികയുമായി നിഷ്കളങ്ക ചിരിയുമായി തൂവെള്ള വസ്ത്രത്തിന്റെ ചിറകിലേറി മിഖായേലിന്റെ വോളുമായി പാരിഷിന്റെ അമ്മയായി 4-ാം കുളത്തിൽ നിന്ന് വരുന്നു ഫ്ലോറൻസ്. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് പാരിഷ് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കൈക്കാരനാകണമോ സെക്രട്ടറി ആകണമോ എന്ന മുടിഞ്ഞ കൺഫ്യൂഷനുമായി പേര് നിർദ്ദേശിക്കുന്നത് കാത്തിരിക്കുന്ന ഇടിച്ചക്കപ്ലാമൂട്ടിൽ നിന്നും കുഞ്ഞാനമ്മ. പള്ളിപ്പെരുന്നാൾ തുടങ്ങുന്നത് കേട്ടതോടെ കച്ചവടത്തിന്റെ ചൂടും ചൂരും കളഞ്ഞ് ഇടവക പള്ളിയിലെത്താൻ ട്രെയിൻ പിടിച്ചു വരുന്നതിന് പകരം ഹെലികോപ്റ്റർ അറേഞ്ച് ചെയ്ത് നമ്മുടെ യൂസഫ് അലി സാറിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് കല്ലമ്പാറ ഹെലിപ്പാടിൽ ചാടിയിറങ്ങി ഓടിയെത്തിയ പാപ്പനംകോട് ലൗലി. ഇടവകയിലെ അമ്മമാരുടെ അമ്മച്ചി എന്നറിയപ്പെടുന്ന കൽപ്പക രാജ്യത്തിന്റെ തലൈവി നമ്മുടെ താമരശ്ശേരി ചുരത്തിലൂടെ വന്ന് കുട്ടികളുടെ ഇടയിലേക്ക് വലിഞ്ഞു കയറി നിൽക്കുന്ന പ്രിയപ്പെട്ട കത്രീനാമ്മ. ഇടവകയുമായി ബന്ധപ്പെട്ടത് ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു തുടങ്ങുമ്പോഴേ കൈയും പൊക്കി ആർത്തി പിടിച്ച്, അയ്യോ ക്ഷമിക്കണം, ആർത്തി തിന്നാനല്ല കേട്ടോ, കൊടുക്കാനാണ്. പാചകകലയിലെ മഹാറാണി പ്രിയപ്പെട്ട ഫ്ലോറൻസ്. അല്ല ഇപ്പൊ നമ്മുടെ മോർമലത്തിൽ നിന്ന് ഒരു പൊട്ടിക്കറി കേട്ടില്ലേ? പേടിക്കണ്ട കേട്ടോ. സ്ഥാനത്തും അസ്ഥാനത്തും അഭിപ്രായങ്ങളുടെ ആശയങ്ങളും കൊണ്ട് നമ്മെ കൂടുകൂടെ ചെയ്യിപ്പിക്കുന്ന ദ ലേഡി സൂപ്പർ സ്റ്റാർ കാക്കത്തൂക്കി സിലോണിക്ക. ഭയഭക്തിയുടെ മൂർത്തിഭാവമെന്ന് സ്വയം വിശ്വസിച്ചുകൊണ്ട് ഗായക സംഘത്തിന്റെ അപശ്രുതിയായി ഷുഗർ കൂടിയതിന്റെ പേരില് മൈക്ക് ഉപേക്ഷിച്ചിട്ട് ബിഷപ്പിന്റെ വിളിയുമായി ഭക്ഷണത്തിനായിട്ട് നെട്ടോട്ടമോടുന്ന വടക്കേത്തല വിജയമ്മ. ഏതൊരു പരിപാടിയുടെയും പ്രാരംഭം പ്രാർത്ഥനയാണല്ലോ.
പ്രാർത്ഥനയ്ക്കായി അമ്മച്ചിമാരൊന്ന് എഴുന്നേറ്റുണ്ട്. പിതാവായ ദൈവമേ, ഞങ്ങളുടെ യൂണിറ്റിന്റെ ജപമാല സന്ധ്യയോടനുബന്ധിച്ച് ഇന്ന് ഈ സ്റ്റേജിൽ നടത്തുന്ന തോന്നിവാസങ്ങളെ നീ ക്ഷമിക്കണമേ. നാട്ടുകാരുടെ ചീത്തവിളിയിൽ നിന്നും കാത്തുകൊള്ളണമേ. വീട്ടുകാരിൽ നിന്നും കുനിച്ചു നിർത്തിയുള്ള ഇടിയിൽ നിന്നും കാത്തുകൊള്ളണമേ. ഞങ്ങളെ ഈ കോലം കെട്ടിച്ച ഞങ്ങളെ തന്നെ കാത്തുകൊള്ളണമേ. ശാന്തനും സൗമ്യനുമായ ഞങ്ങളുടെ വികാരിയച്ഛന്റെ ശാസനയിൽ നിന്നും ഈ പാവപ്പെട്ട കുഞ്ഞാടുകളെ കാത്തുകൊള്ളണമേ. ഒരിക്കൽ കൂടി ആമേൻ. ഈ നിൽക്കുന്നവര് ചില്ലറക്കാരല്ല, മുടിഞ്ഞ ഗായകര, ബോർഡ് കത്ത ഗായകർ. എന്ത് ചോദിച്ചാലും പാട്ടിലൂടെ മാത്രമേ ഇവർ ഉത്തരം നൽകൂ. നമുക്ക് ഇവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം. അമ്മച്ചിമാരെ, ചോദ്യങ്ങൾക്ക് റെഡിയായിട്ട് അങ്ങനെ നിന്നോളൂ കേട്ടോ. നിങ്ങളുടെ ഭർത്താക്കന്മാരെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാമോ? അതെ, നിങ്ങളുടെ പ്രിയപ്പെട്ട മരുമക്കളെ പറ്റി കൂടി അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അതെ അതെ, മരുമക്കൾക്ക് ഒരു സംശയം. അമ്മായിയമ്മയെ പറ്റി ചോദിക്കാതെ എന്താണ്? എന്നാ പിന്നെ അമ്മായിയമ്മമാരെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞു. പഞ്ചായത്തിൻ അതെ അതെ, നിങ്ങളുടെ ഇടവകയെ പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളുടെ കുടുംബത്തെ കുറിച്ചും കൂടി അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അനുഗ്രഹത്തിൻ അധിപതി അനന്ത കൃപാതിരുമതി, അനുഗ്രഹത്തിൻ അധിപതി അനന്ത കൃപാതിരുമതി. AD 52 ഭാരതത്തിലെത്തിയ മാർത്തോമാ ശ്ലീഹായുടെ പാരമ്പര്യം നിങ്ങൾക്കുണ്ടാവുമല്ലോ. ആ പാരമ്പര്യത്തെ അനുസ്മരിച്ചുകൊണ്ട് അമ്മമാർക്ക് വേദി വിടാം.